ഇടുക്കി മറയൂരിലുണ്ടായ കാട്ടുതീയിൽ നിന്നും കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കന്തലൂർ പഞ്ചായത്തിലെ അഞ്ചനാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. കോളേജിലെ ചില ഭാഗങ്ങളിലേക്ക് തീ പടർന്നുവെങ്കിലും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നണച്ചു. കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ 150 വിദ്യാർത്ഥികൾ കോളേജിലുണ്ടായിരുന്നു. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, കോളേജിനോട് ചേർന്നാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്താണ് ആ സമയം അവിടെ സംഭവിച്ചത്? ഇപ്പോൾ തീ നിയന്ത്രിക്കാനായോ? പൂജ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ കോളേജ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മലയ്ക്ക് മുകളിലാണ്. ഇതിൻ്റെ 3 വശവും ചെരുവാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുകൂടി ആളുകൾക്കാർക്കും പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒറ്റ വഴി മാത്രമാണ് പുറത്തേക്ക് പോകാനുള്ളത്. ഈ 3 ചിരുവിലും തീ പടർന്ന് പിടിക്കുകയായിരുന്നു. ഏതാണ്ട് ആദ്യം പ്രഥമാധ്യാപകനും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുമാണ് ആദ്യം ഇത് കാണുന്നത്. ഈ സമയത്ത് ശക്തമായ കാറ്റുണ്ടായിരുന്നു. ടെറസിൽ ഉണങ്ങിയ കരിയിലകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ തീ പിടിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ കെട്ടിടത്തിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അങ്ങനെ കത്താൻ സാധ്യതയുള്ള, സമീപത്ത് തീ പടരാൻ സാധ്യതയുള്ള എല്ലാ ഉപകരണങ്ങളും സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്ത് ഒരു സുരക്ഷ ഒരുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഫയർഫോഴ്സ് ഇല്ല, അവിടെ വനംവകുപ്പും പോലീസുമാണ് സ്ഥലത്തേക്ക് ആദ്യം എത്തിയത്. അവരൊരു വശത്ത് നിന്ന്, ഈ സമയത്ത് മറുവശത്ത് നിന്ന് തീ പടർന്നു കയറാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പോലീസും വനംവകുപ്പും ചേർന്ന് ആ തീയും കെടുത്തി. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ 3 വശത്തു നിന്നും തീ പടരുകയും ഈ പുറത്തേക്ക് പോകാനുള്ള വഴി പുക പടലങ്ങൾ മൂലം കാണാതാകുന്ന സ്ഥിതിയുണ്ട്. ഇതിനു മുമ്പ് നമുക്കറിയാം, കൊരങ്ങണിയിൽ, അതായത് കുളുക്കുമലയ്ക്ക് താഴത്തു വശത്ത് കൊരങ്ങണിയിൽ സമാനമായ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അന്ന് 29 പേരാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത്. ട്രെക്കിങ്ങിന് പോയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. ചുറ്റും തീ പടർന്നു, പുറമേക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. അതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു മറയൂരുണ്ടായിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് എന്ന് തന്നെ പറയാം. 150ഓളം വിദ്യാർത്ഥികൾ ആ സമയം കോളേജിലുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. പൂജ. ശരി, ജെയിനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.